ഹലോ, ബേസിക് മാത്സിൻ്റെ അടുത്ത പാർട്ട് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡെസിമൽസ്. ദശാംശങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 4 × 0.3. ഇവിടെ എങ്ങനെ ചെയ്യൂടാ? നമ്മൾ ഡെസിമൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഡെസിമൽ പോയിൻ്റ് ഇല്ലാതെ നമ്മൾ നമ്പറുകൾ എടുക്കുക. ജസ്റ്റ് നമ്മൾ നമ്പറുകളെ മാത്രമാക്കി എടുക്കുക. ഇവിടെ നോക്കിയേ, 4ന് ഡെസിമൽ പോയിൻ്റ് ഇല്ല, അപ്പോൾ നമുക്ക് 4 ആക്കി തന്നെ എടുക്കാം. ഇവിടെ 0.3 നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇല്ലാതെ എടുക്കുക. 3 എന്നെടുത്താൽ മതി. 0.3 നമ്മൾ 3 എന്നെടുത്താൽ മതി. ഇതിനെ രണ്ടിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 = 12. 4 × 3 = 12. ഇനി നോക്കിക്കോണേ, നമ്മൾ വെറുതെ ഒരു നമ്പറിനെ എഴുതുവാണെങ്കിൽ ആ നമ്പറിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പോയിൻ്റ് കാണുവേ. ആ നമ്പറിൻ്റെ റൈറ്റ് സൈഡിൽ പോയിൻ്റ് കാണും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ ഈ 4ൻ്റെ റൈറ്റ് സൈഡിലൊരു പോയിൻ്റ് ഉണ്ട്. 4ൻ്റെ റൈറ്റ് സൈഡിലൊരു പോയിൻ്റ് ഉണ്ട്. ഇനി നോക്കിയടാ, ഈ പോയിൻ്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ വേറെ നമ്പറൊന്നും ഇല്ല. ഓക്കെ, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ ഒരു നമ്പറുണ്ട്, ഒരു ഡിജിറ്റ് ഉണ്ട്. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ ഒരു ഡിജിറ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ആൻസറിലും പോയിൻ്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ ഒരു ഡിജിറ്റ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കിക്കോണേ. ഈ പോയിൻറ്റിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു തവണ കൊണ്ടുവരിക. പോയിൻറ്റിനെ ഒരൊറ്റ ചാട്ടം നമ്മുടെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ പോയിൻ്റ് ഇത് ഇവിടെ വന്നില്ലേ, പോയിൻ്റ് ഇവിടെ വന്നില്ല. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടൂടാ? ആൻസർ 1.2 എന്ന് കിട്ടും. ആൻസർ എന്തായി? 4 × 0.3 ചെയ്താൽ നമുക്ക് 1.2 കിട്ടും. സ്റ്റെപ്പൊക്കെ ക്ലിയർ ആണോ? അടുത്ത ഒരെണ്ണം നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി സ്റ്റെപ്പ് ക്ലിയർ ആകും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമൽ പോയിൻ്റ് ഇല്ലാതെ ജസ്റ്റ് നമ്പറുകളെ മാത്രം ഒന്ന് എടുക്കുക. ഇവിടെ നമുക്ക് 16 ഉണ്ട്. നമുക്കറിയാം, വെറുതെ ഒരു നമ്പർ എഴുതുവാണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പോയിൻ്റ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇവിടെ നമുക്ക് 2 എടുക്കുക അല്ലേ? ഡെസിമൽ പോയിൻ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ജസ്റ്റ് 2 എടുക്കാം. ഇതിനെ രണ്ടിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 16 × 2 = 32. 32ൻ്റെ റൈറ്റ് സൈഡിൽ പോയിൻ്റ് ഉണ്ട്, അത് ഓർത്തേക്കണേ. ഇനി നോക്കിയടാ, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് റൈറ്റിൽ നമ്പറൊന്നും ഇല്ല. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ 2 ഡിജിറ്റ് ഉണ്ട്, 1, 2. ഇവിടെ നോക്കിയേ, പോയിൻറ്റിന് ശേഷം 2 ഡിജിറ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ആൻസറിലും പോയിൻറ്റിന് ശേഷം 2 ഡിജിറ്റ് വേണം. അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് നോക്കിയേ, പോയിൻ്റ് ഇവിടെ അല്ലേ കിടക്കുന്ന. അപ്പം നമ്മൾ ഇതിനെ ലെഫ്റ്റിലോട്ട് 2 തവണ ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഒരു തവണ ചാടിക്കുമ്പോൾ ഇത് ഇവിടെ വരും പോയിൻ്റ്. വീണ്ടും നമ്മൾ ഒരു തവണയും കൂടി ചാടിക്കുമ്പോഴത്തേക്ക് പോയിൻ്റ് ഇത് ഇവിടെ വരും. പോയിൻ്റ് ഇവിടെ വന്നില്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ? 0.32 എന്ന് കിട്ടി. 0.32 എന്ന് കിട്ടി. ഇപ്പോൾ നോക്കിയേ, പോയിൻറ്റിന് ശേഷം 2 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ നോക്കിയേ, പോയിൻറ്റിന് ശേഷം 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ക്ലിയറായി. ഇതിനൊന്നും കൂടെ വൃത്തിയായിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് ഇതിവിടെ ഒരു 0 കൊടുക്കാം, പ്രശ്നമില്ല. പോയിൻറ്റിന് ലെഫ്റ്റിലോട്ട് നമ്മൾ എത്ര 0 കൊടുത്താലും ഒരു പ്രശ്നമില്ല. നമുക്കിത് ഇങ്ങോട്ടേക്കും വേണമെങ്കിൽ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും 0 കൊടുക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? അവിടെ ആൻസർ വൃത്തിയായിട്ട് എഴുതുകയാണെങ്കിൽ 0.32 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയടാ, 0.06 × 0.05. ഇവിടെ നിന്ന് നമുക്ക് 6നെ എടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് 6നെ എടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് 5 എടുക്കാം. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 6 × 5 = 30. 30യുടെ റൈറ്റ് സൈഡിൽ പോയിൻ്റ് ഉണ്ട്, അറിയാമല്ലോ. വെറുതെ ഒരു നമ്പർ എഴുതുവാണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ പോയിൻ്റ് ഉണ്ട്. ഇനി നമ്മൾ ഈ പോയിൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കിയടാ, ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. 2 + 2 4. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസറിൽ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ്
റൈറ്റിലേക്ക് 4 ഡിജിറ്റ് വേണം. ഇവിടെ നോക്കിയാൽ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് റൈറ്റിൽ 2 ഡിജിറ്റ്, ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് റൈറ്റിൽ 2 ഡിജിറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസറിലും ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് റൈറ്റിലേക്ക് 4 ഡിജിറ്റ് വേണം. 2 + 2 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നോക്കിയേ 30, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റിലേക്ക് 4 തവണ ചാടിക്കണം. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു തവണ, 2 3 4. ഇവിടെ നോക്കിയേ പോയിൻ്റ് എന്തായത്? ഇവിടെ എത്തി. പോയിൻ്റ് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ 2 ഡിജിറ്റിൻ്റെ സ്പേസ് ഫ്രീ അല്ലേ? ഇവിടെ നോക്കി, ഇവിടെ 2 ഡിജിറ്റിൻ്റെ സ്പേസ് ഫ്രീ ആണ്. അപ്പോൾ നമ്മളിവിടെ 2 0 ഇട്ട് കൊടുക്കുക. 2 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആൻസർ എന്ത് കിട്ടിയടാ? 0.0030 എന്ന് കിട്ടി. ഓക്കെ, ഇതിനൊന്ന് വൃത്തിയായിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം, പ്രശ്നമില്ലല്ലോ. പോയിന്റിന് ലെഫ്റ്റിലോട്ട് നമ്മൾ 0 ഇട്ട് കൊടുത്താൽ പ്രശ്നമില്ല. ഇനി നോക്കിയാടാ, ഈ 3 കഴിഞ്ഞത് ഇവിടെ ഒരു 0 കിടക്കുന്നില്ലേ? ഇതിനെ നമുക്ക് കളഞ്ഞേക്കാം, പ്രശ്നമില്ല. ഇതിനെ നമുക്ക് കളഞ്ഞേക്കാം, വാല്യൂലൊന്നും വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 0.003 എന്ന് വരും. ക്ലിയർ അല്ലേ? നമുക്കേ ഈ പോയിൻ്റ് കഴിഞ്ഞ് ഇവിടെ ഉണ്ടാ 3, ഇതിൻ്റെ അറ്റത്തോട്ട് നമ്മൾ ഇനി എത്ര 0 ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല, വാല്യൂ ഒന്നും ചേഞ്ച് ആകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 0 എഴുതാതിരുന്നാലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരാടാ? 0.003 എന്ന് കിട്ടും. അടുത്ത് നോക്കിയേ. ഇവിടെ നമുക്ക് 12 എടുക്കാം, ഇവിടെ നിന്ന് നമുക്ക് 12 എടുക്കാം, ഇവിടെ നിന്ന് നമുക്ക് 5 എടുക്കാം. ഇതിനെ രണ്ടിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 12 × 5 = 60. ഓക്കെ, അപ്പോൾ 60 എടുക്കുക. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് റൈറ്റിൽ 2 ഡിജിറ്റ്, ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് റൈറ്റിൽ 1 ഡിജിറ്റ്. 2 + 1 3. അപ്പം നമ്മുടെ ആൻസറിൽ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് റൈറ്റിൽ 3 ഡിജിറ്റ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡെസിമൽ പോയിൻറ്റിനെ 3 തവണ ലെഫ്റ്റിലേക്ക് ചാടിക്കുക. 1 2 3. ഇതേ പോയിൻ്റ് ഇവിടെ എത്തിയില്ലേ? ഇവിടെ ഒരു ഡിജിറ്റിൻ്റെ സ്പേസ് ഫ്രീ അല്ലേടാ? അപ്പം നമ്മളിവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. ഇപ്പം എന്ത് കിട്ടിയടാ? 0. ഇവിടെ പോയിൻ്റ് 060 എന്ന് വന്നില്ലേ? ഇനി വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടി നമുക്കിത് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം, പ്രശ്നമില്ലല്ലോ. ഇവിടെ നോക്കിയേ, 6 കഴിഞ്ഞൊരു 0 കിടക്കുന്നു. ഈ അറ്റത്ത് ഒരു 0 കിടക്കുന്നത്, റൈറ്റ് അറ്റത്ത് വലതുവശത്ത് ഏറ്റവും അറ്റത്തായിട്ടൊരു 0 കിടക്കുന്നത്. അത് നമുക്ക് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എങ്ങനെ എഴുതാടാ? ഫൈനൽ ആൻസർ നമുക്ക് 0.06 എന്ന് എഴുതാം. 0.06 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ, 1.2 × 0.002. ഇവിടെ നിന്ന് നമുക്ക് 12 എടുക്കാം അല്ലേ? ഇവിടെ നിന്ന് നമുക്ക് 12 എടുക്കാം. ഡെസിമൽ പോയിൻ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് അവിടെ നിന്ന് 12 എടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഡെസിമൽ പോയിൻ്റ് ഒന്നും ഇല്ലാതെ 2 എടുക്കാം. ഇതിനെ രണ്ടിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 12 × 2 = 24. ഓക്കെ, അപ്പോൾ 24ൻ്റെ റൈറ്റിലൊരു പോയിൻ്റ് ഉണ്ടല്ലോ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെ നോക്കിയാടാ, ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ആൻസറിൽ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് 4 ഡിജിറ്റ് വേണം. 1 + 3 4 അപ്പം നമ്മുടെ ആൻസറിൽ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് വലത് സൈഡിൽ 4 ഡിജിറ്റ് വേണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ഡെസിമൽ പോയിൻറ്റിനെ ലെഫ്റ്റിലേക്ക് 4 തവണ കൊണ്ടുപോയാൽ മതി. 1 2 3 4. നോക്കിയാൽ ഡെസിമൽ പോയിൻ്റ് ഇവിടെ എത്തിയില്ലേ? ഇവിടെ 2 സ്പേസ് ഫ്രീ ആണ്. അപ്പോൾ ഇവിടെ ഒരു 0 ഇടുക, ഇവിടെയും ഒരു 0 ഇടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ? 0.0024 എന്ന് വന്നില്ലേ? ഇവിടെ നമുക്കൊരു 0 ഇട്ട് കൊടുക്കാം അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 0.0024. അടുത്ത് നോക്കിയേ. ഇവിടെ നിന്ന് നമുക്ക് 5 എടുക്കാം. 0.5 ഡെസിമൽ ഇല്ലാതെ നമുക്ക് 5 എടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് 2 എടുക്കാം. ഇതിൻ്റെ രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 5 × 2 = 10. ഓക്കെ,
10ൻ്റെ റൈറ്റ് സൈഡിൽ എന്താ പോയിൻ്റ് ഉണ്ട്. ഇവിടെ നോക്കിക്കടാ, ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ്, ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ്. അപ്പോൾ നമ്മുടെ ആൻസറിൽ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് വേണം. അതിന് വേണ്ടിയിട്ട് ഈ പോയിൻറ്റിനെ നമുക്ക് ലെഫ്റ്റിലേക്ക് 2 തവണ കൊണ്ടുപോകാം. പോയിൻ്റ് ഇവിടെ വന്നില്ലേടാ, പോയിൻ്റ് ഇവിടെ വന്നില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 0.10 എന്ന് കിട്ടി. ഇവിടെ നമുക്കൊരു 0 ഇട്ട് കൊടുക്കാം. ആൻസർ എന്ത് കിട്ടി? 0.10. ക്ലിയർ അല്ലേ?